അമ്മായി. അല്ല മാധവനോ, നീ തിരിച്ചും വന്നോ? വരാതിരിക്കാൻ പറ്റുമോ? അമ്മായിക്ക് വിശേഷമൊന്നുമില്ലല്ലോ. നീ ഇപ്പോഴല്ലേടാ വന്ന് വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് പോയത്? അതെ, അതൊരു 3-4 മണിക്കൂറായില്ലേ. അതിനിടയിൽ എന്തൊക്കെ സംഭവങ്ങൾ സംഭവിക്കാം. അമ്മായിക്കൊരു വിശേഷം കേട്ടോ. ഞാനിവിടുന്ന് അങ്ങോട്ട് പോയപ്പോ ഒരു 4-5 ആളുകൾ എന്റെ അടുത്തോട്ട് വന്നു. എന്താ കാര്യം? ഒരു വലിയ കാര്യം തന്നെ, ഒരു അടിപിടി കേസ്. ഞാൻ മധ്യസ്ഥം വഹിക്കണം. മാധവന്റെ വാക്ക് പിന്നെ ആരും തട്ടുന്നില്ല. അങ്ങനെ ഒരു 3-4 മണിക്കൂർ അവരുമായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒരു പരുവത്തിൽ അങ്ങോട്ട് ഒതുക്കി. അവസാനം അവരൊരു ചായ മാത്രം വാങ്ങിച്ചു എന്നിട്ട് സ്ഥലം വിട്ടു. നീ ഇങ്ങനെ മറ്റുള്ളവരുടെ കാര്യം നോക്കിക്കൊണ്ട് നടന്നു. നീ ജോലിക്കൊന്നും പോരുത് കേട്ടോ. ഇക്കാലത്ത് ജോലി ചെയ്തിട്ട് എന്തോ കിട്ടാന്? അപ്പൊ ജോലി ചെയ്യാതെ വല്ലതും കിട്ടുന്ന ലാഭമില്ലേ അമ്മായി? അതെ അതെ. അമ്മായി, നമ്മുടെ മനു മര്യാദക്ക് ജോലിക്കൊക്കെ പോകുന്നുണ്ടോ? അതോ ഈ നാടകം സിനിമ എന്നൊക്കെ പറഞ്ഞ പുറകെ നടക്കുകയാണ്? അവൻ നിന്നെ പോലെയൊന്നും അല്ല, മര്യാദക്ക് ജോലിക്ക് പോകും. എന്തോ ഒരു ചൂടപ്പാ. അല്പദൂരം നടന്നേ ഉള്ളൂ. വല്ലാത്ത ദാഹം. കുറച്ച് മോരുണ്ട് അമ്മായി? എടാ, ഇത് വന്ന വഴി അങ്ങ് ചോദിച്ചാ പോരെയായിരുന്നു. അല്ല, വന്ന വഴിയെ ചോദിച്ചാ അമ്മായിക്ക് വല്ലതും തോന്നിയാലോ? ഇവിടെ മോരില്ല, തീർന്നുപോയി. എന്നാ ഒരു 50 പൈസ വേണം തരണം. ഞാൻ കടയിൽ പോയി കൂൾ മോർ കൊടുക്കറേ. 50 പൈസ ഒന്നും എന്റെ അടുത്തില്ല. 10 പൈസ കൊടുക്കണമെങ്കിൽ ഐസ് തന്നെയാവും ചാപ്പിടട്ടോ. ഒന്നും ഇല്ലെന്ന് പറഞ്ഞു, നീ എഴുതി പോന്നി. അപ്പടിനാ ഒന്നമേ ചാപ്പിട വേണ്ട. മനു വീട്ടിൽ കാശൊന്നും തരാറില്ലേ അമ്മായി? കഷ്ടമാണ്. കുടുംബത്തിനെ പറ്റി ഒരു ചിന്തയില്ലല്ലോ അമ്മായി. അമ്മായി, മനു വന്നാ ഞാൻ വന്നെന്ന് പറയണേ. ഞാൻ പോട്ടെ അമ്മായി. മോരെ പാട്ട് കേട്ടെ. നേടാ ഇനിയാ തന്നെ ഇല്ലേ? അല്ല, വഴി മാറേ. മാറാവിടെ മാറാവിടെ. നീ നടന്നൊരു കാശിനകത്ത് എന്തേ കാശില്ലെന്ന് പറഞ്ഞു? ഇന്നത്തെ ദിവസം ജലവാനം കഴിച്ചിട്ടില്ല. നീ എന്നെ വിളയാറിയ ഇല്ല. അപ്പൊ നിന്റെ കള്ളക്കിളക്ക് ഞാൻ അമ്മായിയോട് പറയാം. അമ്മായി അത് മാത്രം നീ ചെയ്യല്ലേ. വിട്ടോ, നീ പഠിക്കോ. ഇതോടെ എന്റെ സഞ്ചി. അമ്മായി, അമ്മായി എവന്റെ സഞ്ചിയിൽ എന്താണെന്നൊന്ന് ഒന്ന് നോക്കണം. എന്തോന്നാടാ സഞ്ചിയിൽ എന്തോന്ന്? സൗന്ദര്യം കൂട്ടാനുള്ള സാധനങ്ങൾ. എടാ, ഇത് 3ഉം കൂടെ വാരി നിന്റെ മോന്തയ്ക്ക് തേച്ചിരുന്നാലും ഒരു ഫലവുമില്ല. ഒരൊറ്റ വഴിയേ ഉള്ളൂ, മോന്ത തറയിലിട്ട് ഒരയ്ക്ക് കുറച്ചും കൂടെ വിടുന്നു. അമ്മായി എവന്റെ അറിയുമ്പോൾ വലിയ സിനിമാ സ്റ്റാറാണെന്നാ. ഈ പ്രാന്തൊക്കെ നിർത്തിയിട്ട് അന്തസ്സായിട്ട് ജോലി ജീവിക്കാൻ നോക്ക എന്നെ പോലെ. അമ്മായി, ഇവൻ പണിയെടുത്ത് കിട്ടുന്ന കാശ് മുഴുവൻ കൊണ്ടുപോയി ഇതുപോലെ അനാവശ്യമായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാണ്. എടാ, അത് നിനക്കെന്തടാ? അവൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഉണ്ടാക്കുന്ന കാശ അവന് ഇഷ്ടമുള്ള സാധനം വാങ്ങിക്കും. നീ ആരാ ചോദിക്കാൻ? അയ്യോ അമ്മായി, അവന്റെ നന്മയെ കരുതി പറഞ്ഞാണ്. അവന്റെ നന്മ ഞാൻ നോക്കിക്കോളാം, നീ ഒന്നും നോക്കണ്ട. എനിക്ക് വേദനയുണ്ട് അമ്മായി. നീ വേദനപ്പെടുന്ന ഞാൻ വേദനിച്ചോളാം. നീ പോടാ. മോനെ, ആ മാധവൻ പറഞ്ഞു പോയത് കേട്ടില്ലേ എന്റെ മോന്തയെ പറ്റി? അവൻ പറഞ്ഞോട്ട് പോട്ടെ, നീ അതൊന്നും വക വെക്കണ്ട. മാധവൻ മാത്രമല്ല, കാണുന്നവരൊക്കെ ഇത് തന്നെയാ പറയുന്നത്. അവരെന്തെങ്കിലും പറയട്ടെ, എന്റെ മോൻ ഒരു കുറവുമില്ല. പെറ്റ് കഴിഞ്ഞ് പേരിടുന്നവരെ അമ്മ എന്നെ കണ്ടിട്ടില്ലേ? ഞാൻ നിന്നെ കണ്ടിട്ടില്ലേന്നു. നിലത്ത് വെക്കാതെ അല്ലേ മോനെ ഞാൻ നിന്നെ വളർത്തിയെടുത്തത്. എന്നിട്ടാണ് ഈ മുഖത്ത് നോക്കി മനോഹരൻ എന്ന് പേര് വിളിച്ചത്. ആരെന്ത് പറഞ്ഞാലും എന്റെ മോൻ എനിക്ക് മനോഹരനാണ്. എന്റെ പൊന്നു മോൻ പോയി കുളിച്ചിട്ട് ഇതൊക്കെ ഇടും. പൗഡറ്, സോപ്പ്. ഇതെന്താ മോനെ ഇത്? അതൊന്നും ഒരു പ്രശ്നമല്ല. വിട്ടുമിടുക്കണ ഒന്നാന്തരം ജോലിയുണ്ട്. പിന്നെ പുകവലിയോ മദ്യപാനമോ തൊട്ട് തെറിച്ചിട്ടില്ല. അതൊക്കെ അല്പസ്വല്പം ഉണ്ടായാലും വലിയ കുഴപ്പമില്ല. ആണുങ്ങളല്ലേ. മനോഹര എന്നടാ ഉള്ള ഇറങ്ങി പാട ഓടില്ല.
രണ്ടു മൂന്ന് ദിവസമായിട്ട് നീ എന്നെ കണ്ടിട്ട് ഒരു മൈൻഡും ഇല്ലടാ. ഈ ആഴ്ചത്തെ കാശോടെ ഇനി ഞാൻ നിനക്ക് ഒരൊറ്റ കാശ് തരും. അതെന്താ? അപ്പൊ നിന്റെ കള്ളക്കളിയൊക്കെ ഞാൻ അമ്മയോട് പറയട്ടെ. അമ്മായി എവൻ പറഞ്ഞോ? പക്ഷെ അമ്മയ്ക്ക് സംഗതികളെല്ലാം അറിയാം. ഈ ആഴ്ചത്തെ വട്ടച്ചെലവ് ഞാൻ ഇനി അങ്ങോട്ട് പോകും. ഇനിയും വട്ടച്ചെലവിന് കാശ് വെച്ച് വന്നാലേ നിന്റെ മുട്ടുകാർ തള്ളി വിളിക്കും ഞാൻ. ഇതെന്നാ വീമ്പോറ വരട്ടാടാ ഹോട്ടലി വിളമ്പുടോ എന്റെ വീമ്പോറച്ചിലുണ്ട്. നീ എന്താ ജോലിക്ക് പറ? ലീവ ലീവ? അതെ, ഞാൻ ജോലി വിട്ടു. നീ ജോലി വിട്ട പിന്നെ നീ എന്താ ചെയ്യാൻ പോവാ? സിനിമയിൽ ചേർന്നു. ഓ, ഹോട്ടലുകാർക്ക് ചായ കൊടുത്ത നീ ഇനി സിനിമാക്കാർക്ക് ചായ കൊടുക്കാൻ പോയല്ലേ? അല്ല, അഭിനയിക്കാൻ പോന്നു. അഭിനയിക്കാൻ നീ പറഞ്ഞ സത്യമാണോടാ? സത്യം വെച്ചുമ്പോ തമാശ പറയാം, എന്നെ വിഷമിപ്പിക്കലടാ. ഞാൻ എന്റെ പേര് മാറ്റി. എന്താ പേര്? പപ്പു. ഇളിച്ചവായ മനോഹരൻ ഫിലിം സ്റ്റാർ പപ്പു. അടാടാ പപ്പു, നീ പങ്ങളൊന്നും വിട്ടുകൊടുക്കില്ല. പപ്പുട്ടാ, ഓ നിങ്ങൾ വളരണം, വലിയ നടനാകണം, ധാരാളം പണം ഉണ്ടാക്കണം. അതിനുവേണ്ടി ഞാൻ എന്റെ ജീവൻ വരെ താഴാൻ തയ്യാറാണ്. എന്റെ ജീവനൊന്നും എനിക്ക് വേണ്ട. ജോലി നോക്കണം. അയ്യോ പപ്പേട്ട വലിയ സിനിമാ നടനായ ശരീരം അല്ലെങ്കിൽ ഞാൻ എന്തിന് ജോലി ചെയ്യണം പപ്പേട്ട? അയ്യോ ഇതിന് സന്തോഷമായി പോയെന്നറിയാം. ഇപ്പൊ പേട്ടാ എന്നാ പോരാ ശരിയായില്ല, ശരിയായില്ല. ഇനി മുതല് ഞാൻ പപ്പേട്ടുണ്ട് സെക്രട്ടറി. ഇനി ഞാൻ എന്തോ ചെയ്യണം? ഒരു കാര്യം മനസ്സിലായി. എന്നാ? സിനിമയിൽ എങ്ങനെയാ ഗ്ലാമർ വരുന്നെന്ന്. ഇങ്ങനെ ഒരു 4 അടി അടിച്ചാലേ ആരുടെ മുഖത്ത് നീര് വന്ന് ഗ്ലാമർ വന്നു. உள்ள வந்த உடனே பெரியவங்க மாதிரி ட்ரீட்மெண்ட் வேணும்ல? முடிஞ்சு போச்சு. முடிஞ்சு போச்சா? முடிஞ்சு போச்சு. வணக்கம், வாங்க வாங்க. ரெடியா? ரெடியா. உட்காருங்கம்மா. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ സീനിലാണ് ആദ്യമായിട്ട് ഹീറോ വന്ന് ഇങ്ങനെ ഹീറോയിന്റെ നീക്കി കഴിഞ്ഞു. ആദ്യമായിട്ടാണ്. എക്സ്ക്യൂസ് മീ, ഇതാണ് നമ്മുടെ പടത്തിലെ ഹീറോ പുതുമുഖം പപ്പു. നമസ്കാരം. നമസ്കാരം. ഷൂ എന്റെ ഡ്രസ് എല്ലാം ചീത്തയാക്കി. സാരമില്ല ലീനാമ്മേ. സാറേ സാറേ, അതിന്റെ അമ്മയാണ് ഇത്. അങ്ങനല്ല, മലയാള സിനിമയിൽ എല്ലാ നായികമാരെയും ഞങ്ങൾ അമ്മ ചേർത്താണ് വിളിക്കാറുള്ളത്. എന്തിനാ സാറേ ഈ പുതുമുഖങ്ങളുടെ കൂടെ ഇട്ട് എന്റെ ഉയരെടുക്കുന്നത്? നന്നായിട്ട് എന്ത് ചെയ്യാം, സാറ് പറഞ്ഞാൽ ചെയ്യാതിരിക്കാൻ പറ്റുമോ? കേട്ടോ സാറേ, ഞാൻ കുറെ ദിവസങ്ങളായി ഈ പുതുമുഖങ്ങൾക്ക് കൊടുക്കാറേ ഇല്ലായിരുന്നു. എന്തോന്ന്? കോൾ ഷീറ്റ്. ഞാൻ അച്ഛനൊക്കെ വിളിക്കാം. തന്നെയൊക്കെ മാനേജായിട്ട് വെച്ചോളൂ. തന്നെ സാർ ചൂലേ ചൂലേ അല്ല സാർ ചൂലേ, ഈ സീനിൽ വേണമെന്ന് 100 പ്രാവശ്യം നമ്മുടെ മാനേജർ ആടിഭാഗത്തിനോട് പറഞ്ഞു. അതെ, എപ്പോ ചോദിച്ചാൽ ചൂലിതാനെ കൊണ്ടാറ് കൊണ്ടാറ് എല്ലാം പറഞ്ഞു ഉയ്യെടുത്ത് ഡയലോഗ് ചൊല്ലിക്കൊടു. താൻ ഇവിടുത്തെ വേലക്കാരനാ. ഇവര് തന്റെ കൊച്ചമ്മ മിസ് ലീനാമ്മ. ഇവർക്ക് തന്നെ വലിയ കാര്യം കാണാൻ വേണ്ടിട്ട് തനിക്ക് ഒരു വലിയ ഇഷ്ടമാണ്. എന്താ കാര്യം സാറേ? എന്താ കാര്യം? അതാണോ കാര്യം? അങ്ങനെ ഒരു ദിവസം താൻ അവരെ റേപ്പ് ചെയ്യും, ഞാൻ അല്ലെങ്കിൽ അവര് തന്നെ ചെയ്തുകൊണ്ടിരിക്കട്ടെ. എന്തൊരു കഷ്ടം നോക്കി. എവിടെ ഞാൻ പറയുന്ന അങ്ങ് കേട്ടാ മതി. ആദ്യം അവരവരുടെ ഡയലോഗ് പറയും. എന്ത് അതവര് പറയുമ്പോ കേട്ടോ. താൻ പറയേണ്ട ഡയലോഗ് ഇതാണ്: എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ് എന്ന് പറഞ്ഞേ. എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ്. വളിച്ചമാരി പറയലടൂ. എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ്. എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ്. പിന്നെ റേപ്പല്ലേ, അത് ഈ അമ്മ ചെയ്തോളൂ.
നിങ്ങളുടെ ഫീൽഡിലേക്ക് വന്നേ ഉള്ളൂ. ഉടനെ വേണം. അയ്യോ എന്റെ പൊന്നു സാറേ, ഒന്ന് വേഗം എടുക്കാവുന്നേ. ഇതുകൊണ്ടായി പുതുമുഖങ്ങളുടെ കൂടെ ഞാൻ അഭിനയിക്കില്ല എന്ന് പറയുന്നത്. സാറേ എനിക്ക് ഷൂട്ടിംഗുണ്ട്. ദിനമേ, ഇത് നായിക ചൂലുകൊണ്ട് അടിച്ചു പോയിരുന്നു. അങ്ങനെ രംഗം തുടങ്ങുന്നു. ഒന്ന് അടിച്ചു വരുന്നത് എന്റെ തൊണ്ടയ്ക്ക് വല്ലാതെ. സാർ എന്തെങ്കിലും കുടിക്കാൻ കൊക്കക്കോള, ലിംക, ചായ, കാപ്പി സാറേ, ഞാൻ റെഡി. ഞാനൊന്ന് കാണിക്കട്ടെ. കാണിച്ചു. മൈ ഗോഡ്, അങ്ങനെയല്ലമ്മ. വരൂ. അതെ, കൂത്ത് വരാൻ ഡയറക്ടർ പെണ്ണുങ്ങളെ കൈപ്പിടിച്ച് കാണിക്കുന്നു. ഡയലോഗ് കൊടുത്തില്ലേ? ഡയലോഗ് പറയും. എനിക്ക് കൃഷ്ണനെ വളരെ ഇഷ്ടമാണ്. അയ്യോ സാറേ, എനിക്ക് തന്നില്ല. നന്ദൻ 23/2 സാർ. 23/2 23/2 അതിന് നേരത്തെ പഠിച്ചു കഴിഞ്ഞു സാർ. പിന്നെ വേണമെങ്കിലേ ഈ പുതുമുഖത്തിലെ ഒന്നുകൂടെ പറഞ്ഞു കൊടുത്തേക്കോ? ബൈ ദ ബൈ, എന്താ പേര്? പപ്പു. ഓ, ബ്യൂട്ടിഫുൾ നെയിം. കേട്ടോ പപ്പു, എന്നെ പോലെയുള്ള വലിയ നടികളുടെ കൂടെ അഭിനയിക്കുന്നു എന്ന് വിചാരിച്ച് ഭയപ്പെടുകയൊന്നും വേണ്ട കേട്ടോ. ധൈര്യമായിട്ട് ചെയ്തോളൂ. എനിക്ക് പേടിയൊന്നുമില്ല. എന്നെ പോലുള്ള പുതുമുഖങ്ങളുടെ കൂടെ അഭിനയിക്കുമ്പോ മിസ് ലീന, ക്ഷമിക്കണം, ലീനാമ്മ അഭിനയിച്ച് കുറവൊന്നും കാണിക്കണ്ട. ധൈര്യമായിട്ട് അഭിനയിച്ചു. കേട്ടോ സാറേ, പയ്യൻ തമാശക്കാരനാണെന്ന് തോന്നുന്നല്ലോ. കൊച്ചി കള്ള, നിന്നെ എനിക്ക് വലിയ ഇഷ്ടമാ. നിന്റെ ആട്ടവും നിന്റെ ചാട്ടവും നടപ്പും ചാടി വാക്കുകളും. അയ്യോ, എന്താ സാറേ കട്ട് ചെയ്തത്? ചാടിവാക്കല്ലമ്മ, ചാടുവാക്ക്. അയ്യോ, അതിലൊരു വള്ളി മാത്രമല്ലേ കുറഞ്ഞുള്ളൂ. അമ്മയ്ക്ക് ഒരു ചെറിയ വള്ളി നിസ്സാരമാണ്. ഞങ്ങൾക്ക് ആ വഴി വളരെ വലുത്. നന്നായിട്ട് പറഞ്ഞു കൊടുത്താൽ സാറേ, ഞാനിങ്ങനെ പറയുന്നതാ എന്റെ ആരാധകന്മാർക്ക് വലിയ ഇഷ്ടം. അയ്യോ ദേവി, ഇത് എന്റെ പടത്തിൽ നല്ല മലയാളം പറയണം. അയ്യോ, അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞത് ശരിയില്ലായിരുന്നോ? അല്ല, ഉച്ചാരണം. ഓഹോ, ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ടേക്ക് ശരിയാക്കാം. ഓ, എന്ത് ചൂട്. ഹലോ, ഗുഡ് മോർണിംഗ്. എന്തോ സൂര്യഗ്രഹണ ഫിലിം, എന്തൊക്കെ പേരുകൾ. എന്തോ ആ പപ്പേട്ടന്റെ ബെഡ്ഷീറ്റ്, ഹലോ കാൽഷീറ്റ്. അയ്യോ, ഈ വർഷം ഒരു രക്ഷയുമില്ല ശൻ. നിങ്ങൾ എത്ര തവണ കാൽഷീറ്റ് ക്യാൻസൽ ചെയ്യണേ? വേണമെങ്കിലേ അടുത്ത വർഷം ജൂണില് ഒരു 3-4 ദിവസം അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാം. പിന്നെ നിങ്ങളുടെ പടത്തിന്റെ ഈ പാട്ടുകളും കഥകളും ഒക്കെ ആരാണ് എഴുതുന്നത്? ഓഹോ, അദ്ദേഹം. അല്ല, എന്റെ കൈവശം കുറെ പാട്ടുകളും കുറെ കഥകളും ഉണ്ട്. TD മാർക്കണ്ഡേയൻ, കടലിൽ കലക്കിയ കായം, കൊടുങ്കാറ്റിൽ രക്തമില്ലാത്ത യുവതി. എന്താ ഇതൊക്കെ ഒന്ന് ചേർക്കാൻ പറ്റുമോ നമ്മുടെ? എന്താ ഇത് പറ്റൂലേ? എന്താ തന്തയുടെ പറയാൻ? മാധവാ, ആരോടായിരുന്നു ഫോണിൽ ലാത്തി അടിച്ചുകൊണ്ടിരുന്നത്? ഏത് പെണ്ണ? പപ്പേട്ടനോട് ഇപ്പൊ തന്നെ സംസാരിക്കണം, ഇല്ലെങ്കിൽ തൂങ്ങിക്കെട്ടല്ലോ. വട്ടാണെന്നാ തോന്നുന്നത്. ആരാധകരുടെ കത്തുകൾ, അല്ല പിന്നെ കത്തുകൾ. റിപ്ലൈ. ആ ഡൊണേഷൻ അനാഥാലയത്തിലേക്ക് അയച്ചിട്ടുണ്ട്. ഗുഡ്. ഹലോ, ഹലോ മിസ്റ്റർ കുമാർ. ഓ, you
യുണൈറ്റഡ് ഇന്ത്യ കോളനിയിലെ എന്റെ ബംഗ്ലോ ഏയ് അധികം വിൽക്കുന്നില്ല. സോറി, ഞാനതൊരു നഴ്സറിക്ക് ഡൊണേഷൻ കൊടുത്തിരിക്കുകയാണ്. താങ്ക് യു. അമ്മേ, ഓ അമ്മ ഇവിടെ ഇരിക്കായിരുന്നു. ഞാൻ ഇവിടെ എല്ലാം തിരക്കിയെന്നറിയാം. ഇത്രയും വലിയ വീട് പണിഞ്ഞത് അവസരമായി പോയി. ഇവിടെ അമ്മയേത് മുറിയിലാണെന്ന് മകൻ അറിഞ്ഞൂടാ, മകനേത് മുറിയിലാണെന്ന് അമ്മയ്ക്ക് പറഞ്ഞൂടാ. അറിഞ്ഞൂടാ. അങ്ങനെയല്ലേ നിന്റെ ജോലി തിരക്ക്. നീ ഒരിടത്ത് നിന്ന് സംസാരിക്കടാ. നീ രാവിലെ 5 മണിക്ക് ഇവിടെ നിൽക്കും, രാത്രി 3 മണിക്കാ തിരിച്ചു വരുന്നു. അമ്മയെന്ന് പറഞ്ഞൊരു ജീവി ഈ വീട്ടിലുള്ള നിനക്ക് വലിയ വിചാരമുണ്ടോ? അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു? ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴൊക്കെ അമ്മ നല്ല ഉറക്കമായിരിക്കും. ഓരോ ദിവസം ചെല്ലും തോറും എന്റെ മോന്റെ മുഖം മറന്നു പോകുന്നത് പോലെ തോന്നും. ഇങ്ങനെ രാവും പകലും ജോലി ചെയ്യാതെ ഒരു ദിവസമെങ്കിലും വിശ്രമിച്ചൂടെ മോനെ? വിശ്രമിക്കാനോ? ആ നേരം ഞാൻ ജോലി ചെയ്താ എന്റെ പ്രൊഡ്യൂസർക്ക് 500 അടി പടമെടുക്കാൻ കഴിയും. അതെ, അമ്മ പുറപ്പെട. എവിടേക്ക്? എവിടേക്കെന്നോ? അതും മറന്നു. നീ കാര്യം എന്താന്ന് പറ. ഫിലിം സയൻസ് അസോസിയേഷൻ എന്നെ നല്ല നടനായി തിരഞ്ഞെടുത്തതിന്റെ അവാർഡ് തരുന്ന ദിവസമാണെന്ന് മാധവൻ അമ്മയോട് പറഞ്ഞില്ലേ? പറഞ്ഞു. ഞാൻ അങ്ങോട്ടൊന്നും വരുന്നില്ല. അമ്മയ്ക്ക് വേണ്ടി ആദ്യത്തെ റോയിൽ ഒരു സീറ്റ് ഒഴിച്ചു വെച്ചേക്കുന്നു. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ? 100 ഫോൺ കാൾ. 100 തവണയല്ല, 2 തവണയായിട്ട് ഫോൺ വരുന്നു. എല്ലാരും നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. സമയം പോന്നമ്മേ, വരൂ. നീ പോയിക്കോ മോനെ. അമ്മേ, എനിക്ക് ദേഷ്യം വരുന്നത്. ഞാനില്ലേ എന്റെ മോൻ പോയിക്കോ. എത്തിക്കഴിഞ്ഞു. അവര് വീണ്ടും വിളിച്ചിരുന്നു. നമുക്ക് വേഗം പുറപ്പെടാം. പുറത്ത് റെഡിയായിട്ടുണ്ട്. എന്താ എല്ലാരും കൂടി? സാറിന് അവാർഡ് കിട്ടിയതിന്റെ ആഘോഷം ഞങ്ങൾക്ക് കൂടി ഒന്ന് പോയി കണ്ടാക്കൊള്ളാമെന്ന്. എല്ലാവർക്കും പോണോ? അമ്മ സമ്മതം തന്നാൽ. അത്ര ആഗ്രഹമാണെങ്കിൽ പോയിക്കോളൂ. എന്റെ മോനെ കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ ഇവർക്ക് എത്ര ആഗ്രഹം. ഞാൻ അവന്റെ അമ്മ